ഭഗവാനെ കാത്തിരക്ഷിക്കണേ, വിഘ്നേശ്വര കാത്തുകൊള്ളണേ. ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാം. എടോ, ആ മൂന്നര വിളിക്കേ. എന്താ കാര്യം? പന്തക്കൽ ലാസറേട്ടന് ഒരു സാധനം തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടാ സാധനം? എടാ മുകുന്ദോ, ആ പന്തക്കൽ ലാസർ എന്തോ സാധനം കൊടുത്ത് അയച്ചിട്ടുണ്ടെന്ന്. അവിടുന്ന് എടുക്കാൻ മറന്നുപോയ വല്ല ചട്ടിയോ കലവോ അമ്മിക്കല്ലോ വല്ല ആയിരിക്കും. വീടിന്റെ വേലിക്കല്ലും മൂലക്കല്ലും വരെ എടുത്തവരാ. ഇനി പമ്മിക്കല്ല് കൊടുത്തു വിടാൻ പോണേ. ചെന്ന് തുറക്ക്. ഇതെന്തൊരു സാധനം? ഇത് ഈ പരുവത്തിലായോ മുകുന്ദോ? ഇത് നമ്മുടെ കുസുമകുമാറാണല്ലോ. കുസുമകുമാരാ, അളി ഇതെങ്ങനെ ലാസറിന്റെ ഇടയ്ക്ക് കയറി? കയറിയതല്ലേ, അവര് കയറ്റി വെച്ചതാ. ഞാൻ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ ആരുമില്ല. ഇന്ദിര മാത്രം കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുന്നു. എന്റെ ഭാര്യയല്ലേ, ആരും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ കട്ടിലിൽ കയറി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മവും കൊടുത്ത്. അപ്പോഴാ അറിയുന്നത് അത് പന്തക്കൽ റാസ്കലിന്റെ ഭാര്യയാണ്. എന്നിട്ട് കരണക്കുറ്റി നോക്കി ഒരടി അടിച്ച്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പോവല്ലേ അളി, അന്നില്ലേ എന്തൊരടിയായിരുന്നു. എന്നെ കൊണ്ടേ പോവൂ. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കോട് ആന്റണിയുടെ വർക്ക്ഷോപ്പിൽ ഒരു പണിക്കായിട്ടാൽ എന്നെ കൊണ്ടാക്കിയില്ലേ. ഞാൻ വിചാരിച്ചോലെ എന്നെ ആ പണി പോയി. അപ്പൊ അളിയന് പണിയുമായിട്ടാണ് വരവ്. വേണ്ട, വന്ന് വേറൊരു പണി. ഇനി ഇതേത് പുരുഷാണോ എന്തോ. നമ്മുടെ ഇന്ദുവിന് പറ്റിയ നല്ലൊരു ആലോചനയായിട്ട് വന്നത്. അതൊന്നും നടക്കില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പാങ്ങില്ലാഞ്ഞിട്ടാ. എവിടെ നിന്ന് എടുത്ത് നടത്താനാ? നീ ഒന്നും എടുക്കണ്ട, എല്ലാവരും എടുത്തോളും. സ്ത്രീധനത്തിലും പണത്തിലും ഒന്നും അവർക്ക് ഡിമാൻഡ് ഇല്ല. നീ നിന്റെ പെങ്ങളെ അങ്ങോട്ട് കൊടുത്താ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കം വല്ല പൊട്ടനോ വട്ടനോ നാലാം കെട്ടുകാരനോ ആയിരിക്കും. വേലായുധേട്ടാ, ഇന്ദിരയുടെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റാണ് ഈ നിക്കണ ഫിറ്റ്. ഇന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് അറിയില്ലേ മൂന്ത. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ചെക്കന് അച്ഛനില്ല, അതായത് തന്തയില്ലാത്തവൻ. കൊള്ളാം, ബെസ്റ്റ് ഫാമിലി. അതല്ല, ഒറ്റ മോന. ചെക്കന് ഫിനാൻസിങ്, നല്ല പെണ്ണായിരിക്കണം. ആ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. നടക്കോ വേലായുധേട്ടാ? ഓ, നടക്കുമെന്നോ? ദിവസം 4 കിലോമീറ്റർ ഓടുന്നവനാ. അതല്ല, അവർക്ക് ഇന്ദുവിന് ഇഷ്ടപ്പെടണേന്ന്. ഇന്ദുവിന് എന്താണ് ഒരു കുറവ്? ഒരു കുറവേ ഉള്ളൂ, ആ ഫാമിലിയിൽ ആരും പെറൂല. അളി എന്നെ കൊണ്ടൊന്നും പഠിപ്പിക്കരുതിട്ടാ. പെരുപ്പിക്കണമെന്നോ? എക്സ്ക്യൂസ് മീ ബ്രദർ, ഈ ആണുങ്ങൾ പിന്നെ ഇന്നലെ ഞാൻ തന്നെ നാളത്തിന് പറ്റില്ലേ? പിന്നെ എന്നെ ഇവനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. നിനക്കതാ പറ്റിയത്. നേരത്തെ പറയണ്ടേ ബ്രദർ? എടാ മുകുന്ദ, ഇത് നടന്നാൽ നിന്റെ ഭാഗ്യവും അവളുടെ മഹാഭാഗ്യവും എന്നേ ഞാൻ പറയൂ. ഏതായാലും ചെക്കൻ വന്ന് പെണ്ണിനൊന്ന് കാണട്ടെ, ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കും. അതെ. ആരാ? സക്കീർ ഭായി ഒന്ന് കാണണം. എവിടെന്നാ? പറവൂർന്നാ. ബായ്, ഇത് ഷാജി. ഇപ്പൊ വന്നത്? ഞാനന്ന് ഫോണിൽ പറഞ്ഞിരുന്ന കാര്യം തീർക്കണമെന്ന് നിർബന്ധമാണോ? വേണം. ആ പന്നി എനിക്കിട്ട് ആ മാതിരി പണിയാ തന്നത്. നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നൊക്കെ. പിന്നെ എപ്പോഴാ കലിപ്പ് തുടങ്ങിയത്? അതവന്റെ അന്ത്യം എടുത്തപ്പോ 8 ബ്രാഞ്ചിലും കൂടി 2.5 കോടി ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് എല്ലാം കൂടി പൂട്ടിക്കെട്ടി മുങ്ങാനായിരുന്നു എന്റെ പ്ലാൻ. അപ്പോഴാ അവൻ എന്നെ ഒറ്റിയത്. അവനെ മൂക്കിപ്പഞ്ഞു വെച്ച് ചായ്ക്കണം. അതിനെന്ത് ചെലവ് വന്നാലും ഈ ഞാനേറ്റു. ഇതാണ് ആ കഴിവരുടെ മോൻ. പേര് മനോജ്. എന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇന്ദുവിനെ എനിക്കിഷ്ടായി. നിനക്കിപ്പോ സന്തോഷമായില്ലേ മൂന്ത? എനിക്കിഷ്ടായി. ഇത്ര ആവേശമൊന്നും വേണ്ടനെയാ. എന്റെ അനുഭവം കൊണ്ട് പറയണം. ഇവളുടെ മൂത്തതിന്, അതായത് എന്റെ ഭാര്യയെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് അനിയനേക്കാൾ ആവേശമായിരുന്നു. ലഡു മതി, ഷുഗർ ഉള്ളതാ. മനോജിന്റെ അമ്മയ്ക്ക് എന്റെ മോളെ കാണണ്ടേ? എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. മാത്രമല്ല അമ്മയ്ക്ക് ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാനും വയ്യ. അതെ, രണ്ടുപേർക്കും കണ്ട് ഇഷ്ടമായ സ്ഥിതിക്ക് 2 വാക്ക് സംസാരിച്ചും കൂടി ഇഷ്ടമായിക്കോട്ടെ. തിരുത്തി വെക്കല്ലേ ബ്രദർ, ഇരിക്കൂ. 2 വാക്ക് സംസാരിച്ചിട്ട് അവളോട് നിർബന്ധമായിട്ട് 1 വാക്ക് ചോദിക്കണം. അവള് പെറൂന്ന്. കാരണം എനിക്ക് പറ്റിയ അവസ്ഥ അനിയന് പറ്റരുത്, അതുകൊണ്ടാ. അളിയ
ഒന്ന് വന്നേ. ദേ വിളിക്കുന്നു. എന്നെയല്ല സ്വന്തം അളിയനെ ചെല്ല്. ആരും പോരുത്, ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ. അതെ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ വേണ്ടപ്പെട്ടൊരു മാറിക്കാൻ പാടില്ല. എന്താ അളിയ അളിയാ, രഹസ്യം? ദൈവം കൊണ്ടുവന്ന ഈ ആലോചന അത് അളിയൻ കൊളാക്കരുത്. കോളമാക്കോളിയാ അളിയ. ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ വർക്ക് ചെയ്യാത്ത ഏത് സാധനവും ഏത് കമ്പനിയും മാറ്റിത്തരും. ആ സ്ഥിതിക്ക് ഇന്നലെ തിരിച്ചെടുത്തിട്ട് ഇന്ദുവിനെ എനിക്ക് കെട്ടിച്ചെന്ന് എന്താ കുഴപ്പം? ഞാൻ കാല് പിടിക്കളിയാ. എന്നാ പിടിയിടാ കാലി. അവിടെ കിടക്ക്, തലയിലെ കെട്ടൊന്നിറങ്ങട്ടെ. പറവൂർ ഷാജിയുടെ കൊട്ടേഷനാടാ ഇത്. എല്ലാ നായന്റെ മോന്മാരോടും പറയാ, കാക്കി പന്നികളോട് ചുണ്ടോ നാവോ അനക്കിയ ഉറക്കം ഞാൻ അല്ലാത്തനെ. എവിടെ? നീയാണോ മുകുന്ദൻ? അതെ സാർ. അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും സാർ. എന്റെ കൺമുമ്പിലിട്ട് അവരവനെ വെട്ടിയത്. ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങ്. ശരി സാർ. എന്നിട്ട് താൻ ഒരു കംപ്ലൈന്റ് പുട്ടപ്പ് ചെയ്യും. ഓക്കെ സാർ. സാറേ, ഐക്ക് ബോധം വീണു. യെസ്, കം ഓൺ. മനോജിന്റെ മൊഴിയെടുക്കാൻ CI സാർ വന്നേക്കണേ. ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുതയുണ്ടോ? ബിസിനസ്സിലോ പേഴ്സണലായിട്ടോ? എനിക്കാരും ശത്രുക്കളില്ല സാർ. അപ്പൊ പിന്നെ ആരെന്തിനു തന്നെ കൊല്ലാൻ ശ്രമിച്ചു? എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ആരുടെ പേരിലും എനിക്ക് ഒരു പരാതിയില്ല സാർ. എന്റെ മുമ്പിലിട്ടല്ല മനോജ് നിന്നെ അവര് വെട്ടിയത്. എന്റെ മോനെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അമ്മ എന്ത് ഈ പറയണേ? സാർ, ഇവൻ ലുക്ക് മിസ്റ്റർ മനോജ്, നിങ്ങൾ ആരെയും പേടിക്കണ്ട. ആരും ഇനി നിങ്ങൾ ഒന്നും ചെയ്യില്ല. സംശയമുള്ള ഒരാളുടെ പേര്, ഒരു എവിഡൻസ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. സർ, മനോജിന് പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതൽ ചോദ്യം ചെയ്ത് പേഷ്യന്റിനെ. ആരെടാ പുല്ല നീയൊക്കെ പേടിക്കുന്നത്? നിന്നെ പോലുള്ള ബീരുക്കളാ ഇന്നാട്ടിലെ ഗുണ്ടാപ്പടയെ വളർത്തി വലുതാക്കുന്നത്. അവനവനെ തന്നെ കൊല്ലാൻ നോക്കിയിട്ടും പ്രതികരിക്കാനോ പോലീസിനോട് സഹകരിക്കാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ ചത്ത അതാടാ നല്ലത്. നോക്കടാ, അവന്മാര് നിന്നെ വെട്ടി നുറുക്കി മുറ്റത്തിട്ടപ്പോ വാരിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ജീവൻ രക്ഷിച്ചവനവൻ. നിന്നെ പോലെ പേടിച്ച് ഇവനും കൈയും കെട്ടി മാറി നിന്നിരുന്നെങ്കിലേ നീ ഇപ്പൊ പായിൽ കെട്ടി പൊതിഞ്ഞ് ഇറച്ചി പരുവത്തിൽ മോർച്ചറി കിടന്നേനെ. സാർ, ബോധമില്ലാതെ അവൻ എന്തോ പറയാ. താൻ പോടോ, തനിക്ക് മാത്രം എന്താ അത്ര കഴപ്പ്? നീയും ഞാനും ഒന്ന് വിചാരിച്ചാൽ ഈ നാട് നന്നാവത്തില്ല. പോടോ. അയ്യോ എന്റെ കൃഷ്ണ. അവർ പോയി. സാർ, ആ വെടിമറ സക്കീറാണ് ഇതിന്റെ പിന്നിലെന്നാണ് എന്റെ ബലമായ സംശയം. അവിടെ കിടക്കുന്നവന്റെ വാരിയല് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചാൽ അവൻ സത്യം പറയും സാർ. എന്നിട്ട് വേണം ഞാൻ സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ നിന്ന് ഫ്ലൂട്ട് പോകാൻ. അതും ശരിയാ സാർ. അവന് പരാതിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി എന്താ ചെയ്യാ? യൂണിഫോം അഴിച്ചു വെച്ചിട്ട് കൂട്ടി കൊടുക്കാൻ പോണം. ആ പണിയെങ്കിൽ അന്തസ്സോടെ ചെയ്യാലോ. ഹലോ, ശരി സാർ. ഓക്കെ സാർ.
എന്താ സാർ ഒരു വ്യാകുലത? എനിക്ക് ട്രാൻസ്ഫർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ട്രിവാൻഡ്രം ഡോഗ് സ്ക്വാഡിലേക്ക്. ഷിറ്റ്. കഷ്ടം. നഗരമധ്യത്തിൽ വെടിമറ സക്കീറിന്റെ ഗുണ്ടാ വിളയാട്ടം. യുവാവിനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ ഭീഷണിക്ക് വഴങ്ങി പരാതിയില്ലെന്ന യുവാവ് പോലീസിനോട്. വെടിമറ സക്കീറിന്റെ ഗുണ്ടാ വിളയാട്ടം. എന്താ പ്രശ്നമുണ്ടല്ലോ? ആരാ? നീയലടി മറ്റേടത്തെ പത്രക്കാരി. പത്രക്കാര് നായിന്റെ മോളെ, ഒരു പന്നിയും വരലടി നിന്നെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ലോണം അറിയാം വെടിമറ സക്കീറിനെ. എന്താണ് എല്ലാരും കൂടി നോക്കി നിൽക്കുന്നേ? അങ്ങനെ മറക്കല്ലടി മോളെ, എല്ലാം തുറന്നെഴുന്നവളല്ലേ നീ. നിന്നെ ഒന്ന് തുറന്ന് കാണട്ടെ എല്ലാവരും. ഏയ്, ഇവിടെ നിർത്തുവാ ഞാൻ. ഇതോടെ നിർത്തിക്കോളാം നീയും. വാ. ഒന്ന് വേഗം വന്നേ. ഒന്ന് മാറിക്കേ, മാറിക്കേ, ഒന്ന് മാറിക്കേ. ഒന്ന് വേഗം വേണം. മറ്റ് ചാനലുകാർ ആരും എത്തിയിട്ടില്ല. 1 മണിക്കുള്ള ന്യൂസിൽ പോകാനുള്ളതാ. നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവാ. മനുഷ്യത്വമുള്ളവരുടെ മനസാക്ഷിയെ ഞെട്ടിച്ച കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിമറ സക്കീറിനെതിരെ തൂലിക എടുത്തതിന് കിട്ടിയ തിരിച്ചടിയാണിത്. ഒരു മാധ്യമപ്രവർത്തകയായ അശ്വതി ഭാസ്കറും അവരുടെ സുഹൃത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. അതെടി, നിന്നെ പോലുള്ള നോൺസെൻസ് മാത്രമുള്ളവർക്ക് ഞാൻ ചെയ്തൊരു നോൺസെൻസാ. ഈ കഴുത്തി കിടക്കുന്ന 1.5 മീറ്റർ ഷാള് മതിയായിരുന്നു ഈ പെണ്ണിന്റെ മാനം കവർ ചെയ്യാൻ. അതിന് പകരം ക്യാമറ കൊണ്ട് ഇവളുടെ നഗ്നത കവർ ചെയ്യാൻ വന്ന നിനക്കും തെരുക്കൂത്ത് കാണുന്ന ലാഘവത്തോടെ വീണ് കിട്ടിയ സെക്സ് കൈയും കെട്ടി നോക്കി ഇന്ന് രസിച്ച ഈ നാറുകൾക്കും ഞാൻ ചെയ്ത നോൺസെൻസാ. നിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് വിടുന്നുണ്ടെങ്കിൽ നീ അത് ഷൂട്ട് ചെയ്യടാ. പൊളയാടി മോനാ ഷൂട്ടിംഗ്. പൊള്ളയായ ജാതി സ്നേഹത്തിന്റെ പേരില് മതങ്ങൾ തമ്മിൽ തല്ലാനും കൊല്ലാനും ആയുധങ്ങൾ മൂർച്ച കൂട്ടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ നാട്ടില്. അതിൽ 1000ന്റെ ഒരു അംശം മതി ഈ നാട്ടിലെ ഗുണ്ടായിസ് ഇല്ലാതാക്കാൻ. അല്ലെങ്കിൽ നാളെ നടുറോട്ടില് അമ്മമാരും പെങ്ങന്മാരും ഉടുത്തുകൊണ്ട് ഇതുപോലെ വലിച്ചു കീറും. മക്കളും അച്ഛനും തെരുവോരങ്ങളിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു വീഴും. അന്നും ഇതുപോലെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ശിഖണ്ഡികളെ പോലെ നിങ്ങൾ നോക്കി നിൽക്കും. വഴിമാറാ. നിക്കടാ.
സക്കീർ അവിടെ ഉണ്ടാ? അറിയില്ലേ? എന്നാ വിളിക്കടാ അവന്റെ ഫോൺ നമ്പറിലേക്ക്. അവൻ എവിടെ ഉണ്ടെന്ന് അറിയാം. എവിടെയാ നീ? ബീച്ച് റോഡിലെ തടിമില്ലിൽ. ഒറ്റയ്ക്കല്ലടാ, കൂട്ടിന് ഞാനുണ്ട്. മുകുന്ദൻ, മെക്കാനിക്ക് മുകുന്ദൻ. എണ്ണിക്കൊണ്ട് 10 മിനിറ്റ്. അതിനു മുമ്പ് നീ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആർക്കും ഞാൻ ഉമ്മര് പാളിയായിട്ട്. കാഞ്ഞ ബുദ്ധിയാ നിന്റെ, സമ്മതിച്ചു. പക്ഷെ ക്രിമിനൽ ബുദ്ധിയാണ് ഈ സക്കീറിന്റെ. നിനക്ക് 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ നീ എന്റെ മുൻപിൽ ഉണ്ടാവണം. കാത്തിരിക്കും ഞാൻ. ഒറ്റയ്ക്കല്ല, നിന്റെ തള്ളയും പുന്നാര പെങ്ങന്മാരോട് എനിക്ക് കൂട്ടിന്. വിളിക്കടി നിന്റെ മോനെ. നിനക്ക് കേൾക്കണ്ടടാ പെറ്റ തള്ളയുടെ പ്രാണവേദന. 5 മിനിറ്റ് ഇവിടെ തുടങ്ങ. അത് കഴിഞ്ഞ പ്രായവും പരുവും നോക്കില്ല സക്കീർ. കുത്തി കീറും ഞാൻ എല്ലാത്തിനെയും. കത്തി കൊണ്ടല്ല, മനസ്സിലാ പന്നീറ മോനെ. വാടാ വാ. നീ പറന്നു വരുമെന്ന് എനിക്കറിയാം. വിളിച്ചത് വെടിമറ സക്കീറ. ഞാൻ തന്ന 5 മിനിറ്റിൽ ഇപ്പോഴും 1 മിനിറ്റ് ബാക്കിയാ. പെണ്ണുങ്ങളെ കത്തിമുനെ നിർത്തിയിട്ടല്ല ആണുങ്ങളെ കണക്ക് തീർക്കുന്നത്. നിന്റെ മോന്റെ കഴുത്ത് എന്റെ കത്തിക്ക് ഒഴിഞ്ഞിട്ടിരിക്കും വാടി പടച്ചോൻ. നീ ഒലത്തും. ഇത് വല്ലവന് വേണ്ടി പണി കൊടുക്കുന്ന കൈയല്ല, കുടുംബത്തിന് വേണ്ടി പണി എടുക്കുന്ന കയ്യാ. ഇതിന് നേരെ നിന്റെ ഒരു കൈ പൊങ്ങിയ ഇതൊരു 1000 കൈയാവും. ബിസ്മി ചൊല്ലി തുടങ്ങാൻ ഞാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതെന്താ ഊഞ്ഞാല? മേലാൽ തെമ്മാടിത്തരം കാണിച്ചോണ്ടില്ല. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. പോ മോനെ, പോ, നീ ഇങ്ങോട്ട് പോ. അയ്യോ
ബ്രദർ ഓടാൻ ശ്രമിക്കണ്ട, ജീപ്പ് കയറ്റിക്കൊള്ളൂ. അടങ്ങിയിരിക്കൂ ബ്രദർ, രക്ഷപ്പെടാതെ നോക്കിയോളൂ. കുട്ടിരാമ, ജീപ്പി ഒന്നിരിക്കൂ. സാർ. കലക്കി സാർ. ഡിപ്പാർട്ട്മെന്റിൽ സാറിനെ പോലുള്ള ഓഫീസർമാരെയാണ് ആവശ്യം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവന്റെ അമ്മയുടെ ഒരു അഭിനന്ദനം. കൂട്ടത്തിലൊരുത്തിന് 5-6 പേര് കുത്തി മലർത്തുന്നത് 10-30 പേര് കൈയും കെട്ടി നോക്കി നിന്നിട്ട് അഭിനന്ദിക്കാൻ വരുന്നതാ. കൃഷ്ണ, ഞാൻ സുഗതൻ, CI സുഗതൻ. ഇനി ഒരു ആന്റി സോഷ്യലും ഒരൊറ്റ ഗുണ്ടയും ഈ നാട്ടിൽ തലപൊക്കില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ സർക്കിളിൽ ഇരിക്കുന്ന കാലത്തോളമെങ്കിലും. ഇറ്റ്സ് മൈ വേർഡ്. സൂപ്പർ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അല്ല, രാമണനോ? നീ എന്നെ കണ്ടപ്പോ എന്തിന് സരസു ഞെട്ടിയത്? പതിവില്ലാതെ ഈ നേരത്തെ എന്തിനാ? നീ കിടന്നില്ലേ? ഇതുവരെ കിടക്കായിരുന്നു. അത് മനസ്സിലായി. അയ്യോ, ഏതാടി ഈ ചെരുപ്പ്? അത് പിന്നെ എന്റെ അച്ഛൻ വന്നിരുന്നു, മറന്നായിരിക്കും. നിന്റെ അച്ഛൻ ചെരുപ്പുകൾ ഇടൂല്ലല്ലോ. അല്ല, അണ്ണൻ അറിഞ്ഞില്ലേ? അച്ഛന്റെ കാലിൽ ആണി ഉള്ളതുകൊണ്ട് ചെരുപ്പിട്ട് തുടങ്ങി. അണ്ണൻ ഇപ്പൊ പോ. ആ സമയത്ത് ആളുകൾ കണ്ട എന്തിനു വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കോ? എടി, ഭർത്താവിന് വീട്ടിൽ വരാൻ സമയവും നോക്കണോ? അതല്ല അണ്ണ, ഡ്യൂട്ടി സമയത്ത് വീട്ടിൽ കയറിയിരുന്ന ഇതും ഡ്യൂട്ടി ആടി. റൈഡ്. അണ്ണൻ എന്തൊരു ഉള്ളിൽ വെച്ച് ഓരോന്ന് കിണ്ടി കിണ്ടി ചോദിക്കുന്നു. ഞാൻ ചത്തു കളയും കേട്ടോ. ചാവാൻ വരട്ടെ. കുട്ടിരാമ, നീ എന്നെ പീഡിപ്പിക്കരുത്. നിന്റെ ഭാര്യ പറഞ്ഞ ഇത്രയും കള്ളങ്ങൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഈ കാർവർണ്ണൻ അണ്ണൻ പറയുന്ന ഈ കള്ളം കൂടി നീ വിശ്വസിക്കണം. എന്തോന്ന്? നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഊളത്തരത്തിന് വന്നതല്ല. പിന്നെ ഞാന് അടിമാലിയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കുക. സീറ്റ് കിട്ടാത്തോണ്ട് നിൽക്കുക. തന്നെ അമ്മേ, അച്ഛൻ ഇടി നിർത്തി അയാളെ ഞാൻ കുനിച്ചു നിർത്തി ഇടിക്കും. ഒന്ന് അനങ്ങി ഇടിക്കണ്ടേ മനുഷ്യ? അരി പൊടിഞ്ഞത് പോരെ ആനന്ദം, പൊട്ടിനല്ലേ. ഇനി ഇടിച്ച ഉരല് പൊടിയും. ഒരല് മാത്രമല്ല, നിങ്ങളുടെ വാരിയെല്ലാം പൊടിയണം. അവളുടെ അടുത്ത് പോയി കുറെ അവല് ഇടിച്ചു കൊടുത്തതല്ലേ, ഇനി ഇവിടെ ഇടിച്ചു പൊടിക്കേ. ഇടിക്കേ. എന്തിനാ അച്ഛാ അവിടെ പോയി ഇടിച്ചത്? പോലീസ് ഋഷി ആയാൽ പോലും പറ്റും ഒരു അബദ്ധം. ആനന്ദം, നീ ക്ഷമിക്കും, അല്ലെങ്കിൽ എന്നെ ഡൈവേഴ്സ് ചെയ്യൂ. അതായതിലും ഭേദം. നിങ്ങളെ ഉപേക്ഷിക്കാനോ? ആ പൂതി രാധയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇന്നത്തോടെ തുടങ്ങുക നിങ്ങളുടെ തടവ്. എണ്ണയിട്ടാണോ? ആ തടവല്ല, ജീവപര്യന്തം തടവ്. ദേ, അടുപ്പിലെ തീ കെട്ടു. ഇടി കഴിഞ്ഞിട്ട് പോയി ഊതി കത്തിക്കും. അടുപ്പൂതാൻ എനിക്ക് അറിയില്ല ആനന്ദം. കൊറേ കാലം പല രാഗത്തില് ഫ്ലൂട്ട് ഊതിയതല്ലേ, അതുപോലെ ഊതിയാ മതി. ഓലക്കെ എടുത്ത് ഇവിടെ നടുമ്പുറത്തിട്ട് 2 കൊടുത്താലോ? വേണ്ട. ഇന്ന് മുതൽ നിങ്ങളുടെ ഈ ആണും പെണ്ണും കെട്ട വർത്തമാനം നിർത്തിക്കോണം. നിർത്തി. എന്താ അവിടെ ഊതുക? അടുപ്പൂതാനാ പറഞ്ഞത്. ശരി. വിളിക്കടാ നീ. വിളിക്കടാ പുല്ലേ. തിരുവനന്തപുരത്തോട്ടോ അതോ നിന്റെ അമ്മയുടെ നായരത്തേക്കോ വിളിക്ക്. കോൾ, ഐ സെഡ് കോൾ. എന്നിട്ട് എന്നെ നീ ട്രാൻസ്ഫർ ചെയ്യിക്കടാ. എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കടാ. നീ ട്രാൻസ്ഫർ ചെയ്യിക്ക മോനെ. താൻ കലിപ്പ് തീരുവോളം തല്ലിക്കോ. പക്ഷെ തല്ലി തീരുമ്പോ സക്കീർ ചത്തിരിക്കണം. ഇല്ലെങ്കിൽ തന്റെ നെഞ്ചത്തിന് റീത്ത് വയ്ക്കും. സുഗതനാടാ കൈവച്ചത്. കൊല്ലാതെ കൊല്ലാൻ എനിക്കറിയാം. നിന്റെ തലയെങ്ങാൻ ഇനി പൊങ്ങിയ നട്ടല് ചവിട്ടിപ്പറിച്ച് ഞാനിങ്ങെടുക്കും. പിന്നെ നീ ചാകുന്നത് വരെ മുട്ടുകാലിൽ എഴഞ്ഞു നടക്കും. ഓർത്തോ?
തനിക്കെന്താ ഒരു അമ്മായി ലുക്ക്? സാർ ഇപ്പൊ തിരക്കിലല്ലേ? അത് പരത്തി പറയേണ്ട ഒരു കഥയാണ്. നമ്മൾ രണ്ടാളും മാത്രമുള്ളപ്പോ പറയാം. പറയാം. ഓഫീസേഴ്സ്, എല്ലാവരോടുമായി പറയാ, കൂടെ നിന്ന് പാര വെക്കാനോ ഗുണ്ടാ പന്നികൾക്ക് ചാരപ്പണി ചെയ്യാനോ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ കേട്ടല്ലോ, തുടങ്ങുക. ത്രൂ ദ സിറ്റി, തറോ കോംബി. പബ്ലിക് പ്ലേസ് പിടിച്ച് കേരളത്തിനെ. ഇങ്ങോട്ട് ഇറങ്ങണം. പിടിച്ച് കേരളത്തിനെ. കുറച്ച് ചിക്കൻ. ഞങ്ങൾ പോലീസുകാർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തെറിയും തൊഴിയുമല്ലാതെ ഇതുപോലെ ഞണ്ണാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ വളരെ ചുരുക്കാ. പോലീസുകാരിൽ നല്ല മനുഷ്യരുള്ളത് വളരെ അപൂർവല്ലേ സാർ? സുഗതൻ സാറിന് ഇവിടെ ഇപ്പൊ നല്ല പേരാ. വെടിമറ സക്കിന്റെ വെടി തീർത്ത CI സുഗതൻ. മിസൈലിൽ വന്ന വാർത്തയാ. മിസൈലിലാണോടാ വാർത്തകൾ വരുന്ന താടിക്കാരൻ? മിസൈൽ എന്ന് പറഞ്ഞ അന്തിപത്ര, അത് പറഞ്ഞു പറയാ. എന്താ അതിന്റെ പേര്? അച്ഛനും അമ്മ എനിക്ക് ഇട്ടേക്കണ പേര് പൊടിമോനാ. നാട്ടുകാരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. വളരെ വേണ്ടപ്പെട്ടവരെന്നെ പൊടിമോനെ എന്ന് വിളിക്കും. സാറിന് വേണമെങ്കിൽ എന്നെ പൊടിമോനെ എന്ന് വിളിക്കാം. സാറിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കുട്ടികളില്ലമ്മേ. അപ്പൊ സാറിന്റെ ഭാര്യം പെറൂലല്ലേ? പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും പ്രദേശത്താ. എന്റെ ഭാര്യം പെറൂല. എന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയില്ലല്ലോ, അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, ചേച്ചി വല്ല ജിംനാസ്റ്റിക്കിന്റെ കൂടെ ഒളിച്ചോടി പോയതാണോ സാറേ? എടോ കാർവർണ, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ലടോ. കല്യാണം കഴിഞ്ഞോണ്ട് 4 നേരം കുശാലായിട്ട് വെട്ടി വിഴുങ്ങുന്നു. മിണ്ടായിരുന്നു, കയറ്റിക്കൊണ്ട് പോവാ. മുകുന്ദ, എനിക്ക് നിന്നോട് അസൂയ തോന്നുക. നിനക്ക് ഇതുപോലൊരു കുടുംബം ഉണ്ടല്ലോ, നല്ലൊരു അമ്മയും 3 പെങ്ങന്മാരും. യു ആർ എ വെരി ലക്കി മാൻ. എനിക്കൊരു അനിയനും കൂടി ഉണ്ടായിരുന്നു സാർ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് അവനൊരു ഡോക്ടറായേനെ. ഇതാണ് സാറേ ഞങ്ങളുടെ ശ്രീകുട്ടൻ. ഇയാൾക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റാനാ? അളിയനെ അനിയനെ ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചതാ. കൂടെ പഠിക്കണ പെണ്ണിനെ കയറി ഇങ്ങ് പ്രേമിച്ച് അവസാനം അവളെയും കൊന്ന് തീവണ്ടിക്ക് തലയും വെച്ച് വായതൊന്നി പറഞ്ഞാണ്ടല്ലോ, അളിയനാ നോക്കില്ല ഞാൻ. ഒക്കെ വെറുതെ സാർ. എന്റെ കുട്ടിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പ്രാണനായിരുന്നു ആ കുട്ടിയെ ഇവന്. മെഡിസിന് പഠിക്കായിരുന്നെങ്കിലും ചോര കണ്ട തല കറങ്ങി വീഴുന്നവനാ. അത്രയ്ക്ക് മനക്കെട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുട്ടന്. എന്തോ ചതി ഉണ്ടായിരുന്നു സാറേ. പോലീസിനെല്ലാം വേഗം അവസാനിപ്പിക്കാനായിരുന്നു ആവേശം. 4 കഷ്ണങ്ങളായി പായെ കെട്ടി പൊതിഞ്ഞ അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായണില്ല.